നമസ്കാരം. സംസ്ഥാന രാഷ്ട്രീയം വീണ്ടും സമരച്ചൂടിലേക്ക് കടക്കുകയാണ്. സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര അനുവദിക്കണമെന്ന ആവശ്യവുമായി BJPയുടെ മഹിളാ മോർച്ച രംഗത്തിറങ്ങിയതോടെ വിഷയം കേരളത്തിലെ കോൺഗ്രസിന്റെ പുതിയ രാഷ്ട്രീയ പരീക്ഷയായി മാറുകയാണ്. ഡൽഹിയിലും കർണാടകയിലും സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര വലിയ രാഷ്ട്രീയ നേട്ടമായി മാറിയ പശ്ചാത്തലത്തിലാണ് കേരളത്തിലും അതേ മാതൃക ഉയർത്തിക്കാട്ടി കോൺഗ്രസ് അധികാരം പിടിക്കാൻ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉപയോഗിച്ചത്. എന്നാൽ അത് ഉയർത്തിക്കാട്ടി BJP ഇപ്പോൾ സമ്മർദ്ദം ശക്തമാക്കുകയാണ്. എന്നാൽ ഈ ആവശ്യം പ്രായോഗികമാണോ അതോ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള നീക്കമാണോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര വൈകുന്നുവെന്ന് ആരോപിച്ച് സംസ്ഥാന വ്യാപകമായി മഹിളാ മോർച്ചയുടെ പ്രതിഷേധം ശക്തമാകും. ഇതിന്റെ ഭാഗമായി കോഴിക്കോട്, കാസർഗോഡ് KSRTC ടെർമിനലുകളിൽ മഹിളാ മോർച്ച BJP പ്രവർത്തകർ ബസ്സിൽ കയറി പ്രതിഷേധിച്ചു. കാസർഗോഡ് ടെർമിനൽ ഉപരോധിച്ച നേതാക്കളെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയെങ്കിലും പ്രവർത്തകർ സമരം തുടരുകയാണ്. ജില്ലാ നേതാക്കളെ ഉൾപ്പെടെ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കാസർഗോഡ് ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രവർത്തകർ മാർച്ച് നടത്തി. മെയ് മാസം 15 മുതൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമെന്നായിരുന്നു UDF വാഗ്ദാനം. ഇന്ന് മെയ് 15 ആണെന്നും അതിനാൽ തീരുമാനം നടപ്പിലാക്കണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. അതേസമയം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കേരളത്തിൽ പുതിയ സർക്കാർ അധികാരത്തിലേറിയിട്ടില്ല എന്നിരിക്കെ മഹിളാ മോർച്ച സമരം നടത്തുന്നത്. പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തി മന്ത്രിസഭാ യോഗം ചേർന്ന് തീരുമാനമെടുത്താൽ മാത്രമേ KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രാ വാഗ്ദാനം നടപ്പിലാക്കാനാകൂ എന്നാണ് കോൺഗ്രസിന്റെ വാദം.